ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളതാണ്. ഇനി ഈ അപകടം നടക്കുന്നതിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട നട. സമയം വൈകുന്നേരം 5:30ക്കും 6 മണിക്കും ഇടയിലാണ്. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ പതിവായി നടക്കുന്ന ആഘോഷമാണ്. ഇവിടെയാണ് ആനയെ നേരത്തെ കൊണ്ട് കെട്ടിയിരുന്നത്. അതിനുശേഷം നെറ്റിപ്പട്ടമൊക്കെ കെട്ടി തിടമ്പേറ്റിയതിനു ശേഷം ആളുകൾ സമാധാനത്തോടു കൂടി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ അപകടമുണ്ടായിട്ടില്ല. ഈ അപകടമുണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ ആനകൾ രണ്ടും തൊട്ട് മുൻപിൽ ഇവിടെ നിൽക്കുന്നത് കാണാം. ആ ആനകൾ പെട്ടെന്ന് പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു. പീതാംബരൻ കുത്തുന്നു. ദാ ഇവിടെ ബഹളം തുടങ്ങുന്നു. അങ്ങനെ പീതാംബരൻ്റെ കുത്തേറ്റ് ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിന് സമീപത്തേക്ക് ഈ പിന്നിൽ നിൽക്കുന്ന ആന പീതാംബരൻ മറുഭാഗത്തുള്ള ഗോകുലിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഗോകുൽ തിരിയുന്നു, പീതാംബരനെയും കുത്തുന്നു. അങ്ങനെ ഗോകുലും പീതാംബരനും തമ്മിൽ ഈ സംഘടനം നടക്കുന്നതിനിടയിൽ ആളുകൾ ഓടി രക്ഷപ്പെടുന്നത് കാണാം. ഈ ഭാഗത്തൊരു സ്ത്രീ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇവിടെ ഇരുന്ന സ്ത്രീയാണ് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം. ഈ സ്ത്രീ ഇവിടെ നിന്നും ഒരു ആൾ ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീ ഇവിടെ നിൽക്കുന്നത് കാണാം. ഈ ഭാഗത്ത് റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കാണാം. ആന ഇവരെ ആക്രമിക്കുകയല്ല, ഈ തിരക്കിനിടയിൽ പെട്ടുപോവുകയായിരുന്നു ആ സ്ത്രീ എന്ന് മനസ്സിലാക്കാം. പ്രേക്ഷകർക്ക് കാണാം ഇവിടെ നിൽക്കുന്നത്. ഈ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനുള്ളിൽ ഇരുന്ന 2 പേരാണ് അപകടമുണ്ടാവുകയും ആ 3 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് ഈ ഗോകുലൻ തിരിച്ച് പീതാംബരനെ കുത്തുന്നതോടു കൂടിയാണ് 2 ആനകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുന്നു. കെട്ടിടം തകർന്നു വീഴുന്നു. ആ കെട്ടിടത്തിൻ്റെ മുൻപിലിരുന്ന സ്ത്രീ രക്ഷപ്പെടുന്നു. അത്ഭുതകരമായി ഇവിടെ ഇരുന്ന ഒരു സ്ത്രീ രക്ഷപ്പെടുന്നതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഗോകുലൻ്റെയോ പീതാംബരൻ്റെയോ കാൽക്കീഴിൽ പെടാതെ ഈ സ്ത്രീ രക്ഷപ്പെടുന്നത് കാണാം. ഇവിടെ ആ അതും നിലവിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും 3 പേരുടെ മരണമാണ് ഇതിനകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 35ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 24 പേര് ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി സാനിയിലേക്ക് പോകാം. സാനിയോ, പരിക്കേറ്റവരിൽ കൂടുതലും സ്ത്രീകളാണ്. അതിൽ തന്നെ പലരും പ്രായം കൂടിയവരാണല്ലേ? പ്രിൻസിപ്പൽ നൽകുന്ന വിവരമാണ്. അതായത് 14 പേർ മാത്രമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. ബാക്കി 10 പേർ അവരുടെ പ്രാഥമിക ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട്. 14 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ളത്. അതൊരു ആശ്വാസകരമായ വാർത്തയാണ്. കാരണം അല്പസമയം മുമ്പ് വരെയും ഇവിടെ 24 പേരുണ്ടായിരുന്നു. അതിൽ 10 പേരെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. 14 പേർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും. ഒരു കുഞ്ഞ് മെഡിക്കൽ കോളേജിലെ IMCHൽ ചികിത്സയിലാണ്. അതായത് കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ. ആ കുഞ്ഞിൻ്റെ നല്ല സ്റ്റേബിളാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ആ കുഞ്ഞിൻ്റെ അമ്മ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെറിയ ചില ഫ്രാക്ചറും മറ്റുമായി ചികിത്സയിലുണ്ട് എന്നും അറിയുന്നുണ്ട്. ഏതായാലും മറ്റ് പരിക്കുകളുണ്ട്, നല്ല ഗുരുതരമായ പരിക്കുകളാണ്. പക്ഷേ അതിന് ഒരു ജീവന് ഹാനി സംഭവിക്കുന്ന പരിക്കുകളില്ല. പൊട്ടൽ, എല്ല് ചതവ്, എല്ല് പൊട്ടൽ, മുറിവുകൾ, അത്തരത്തിലുള്ള പരിക്കുകളാണ്. പരിക്കുകൾ ഉണ്ടായത് അധികവും ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പരിക്കുകൾ ഉണ്ടായത്. കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും കല്ലും ഒക്കെ മേൽ വീണതിൻ്റെയും മറ്റും പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആന ചവിട്ടുകയോ കുത്തുകയോ ചെയ്ത പരിക്കുകളില്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത്. അദ്ദേഹമാണ് അല്പസമയം മുൻപ് പുതിയ വിവരം തന്നത്. 14 ആളുകളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഓക്കെ, സാനിയോ ആണ് നമുക്കൊപ്പം ചേർന്നത്.